അപ്പോൾ നമ്മൾ നാണ്ട ചക്ക അടത്തുകയാണ്. നമുക്ക് ചക്ക പറ്റലാണ് നമ്മളെ വെറൈറ്റി ഐറ്റം. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആവിയട്ടെ. ഓഹോ ഒന്നും കൂടെ ആഞ്ഞു പിടിയടിയാ. അപ്പോൾ ചക്ക പറ്റിലുള്ള ചക്ക റെഡിയായിരിക്കുകയാണ്. ഒന്ന് വീണാൽ മാത്രം മതി. വീട്ടെ. അപ്പോൾ നമ്മളെ ചക്ക പറ്റിനുള്ള ചക്ക റെഡി ആയിട്ടുണ്ട്. വരും. കട്ട്. ഈ പാചകക്കാരി ഇറങ്ങിയിരിക്കുവാണ്. അപ്പം കല്ലുമാണ് ചക്കട്ടിൽ ഉണ്ടാക്കുന്നത്. പിച്ചാത്തിയൊന്നും വേണ്ട, അല്ലാതെ ഉണ്ടാക്കിയത് അയാൾ. എന്നാ അപ്പോൾ കല്ലു ചക്കട്ടിൽ പെട്ടെന്നുണ്ടാക്കി തരൂ. എന്നാ കലകാവട്ട്. നീ എന്ത് ചെയ്യേണ്ടത് പറ. എന്നാണോ തിരിച്ചു വെക്കണോ? ഓക്കെ. കല്ല് കൈ മാറ്റ്. കല്ലിന് സീറ്റൊക്കെ ആയല്ലേ. ഒരു സൈഡിൽ നമ്മളിത് ചക്ക വറക്കാൻ വേണ്ടിയുള്ള ചക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ ഇന്നലെ റിട്ടയർ ആയ ആൾ അവിടെ നിന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചക്ക കട്ടിയതിൻ്റെ കൂടെ തന്നെ നമ്മളെ കല്ല് കൊടുത്ത് ചക്ക തിന്നുക. ചക്ക വല്ല കിട്ടുന്ന മുമ്പ് തന്നെ കൊച്ചിന് വിശക്കുന്നു. എന്താ പറയാനുള്ള എന്താ പറഞ്ഞേ? എന്താ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നേരത്തെ നടത്തിയ ചക്ക വിളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വിളഞ്ഞ ചക്ക അങ്ങോട്ട് അടുത്താൻ പോവാണ്. അത് വിളഞ്ഞിട്ടുണ്ടോ അറിയാ? നമ്മുടെ ചക്കക്കൂട്ടം വീണിട്ടുണ്ട്. ഇത് വിളഞ്ഞാണല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചക്ക പണിപാടി അടുത്ത ചക്ക കട്ട് ചെയ്യുകയാണ്. നമ്മളെ കല്ലുമാണ് സഹായി. ചക്ക അനങ്ങത്ത് പോലും ഇല്ല. കല്ലു പിടിച്ചു വെച്ചേക്കാണ്. കല്ലോ ഇത് വിളഞ്ഞ ചക്കയാണോ? അല്ലെങ്കിൽ അടുത്തത് ആരാ നടത്തുന്നത്? കല്ലുവാ? വിളഞ്ഞൊക്കെ ആയിരിക്കണേ. സെക്കൻഡ് പ്രാവശ്യം ചതിക്കത്തില്ലെന്നുള്ള വിശ്വാസം. അങ്ങനെ കല്ലും വളിയും കൂടി ചക്ക പൊളിച്ച് കഴിഞ്ഞു ഗൈസ്. നമുക്ക് പാകത്തിന് പറ്റിയ ഐറ്റം തന്നെ വിളന്നിട്ടുണ്ട്. കല്ലു കൈ കറവറ്റലും ചക്ക വറ്റൽ ഉണ്ടാക്കാൻ പോയ രണ്ടുപേരും ഇവിടുന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്യുക. മിക്കവാറും അതിനുള്ള ചക്ക ഇവിടെ കാണത്തില്ല. ഇനി അടുത്തത് ചക്ക പീസ് അല്ലെങ്കിൽ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയും കൂടെ കൂടിയിട്ടുണ്ട്. ആ ചക്ക പറിക്കുന്നതിൻ്റെ ഗൗരവമല്ല നമ്മുടെ മൂത്ത് കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെ തകർത്തിന്നാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെണ്ണം കൂടി ഈ രണ്ടു കൂടെ വരാറുണ്ട്. കൂടായി പണിച്ച് മാറിയിരിക്കുക. അപ്പോൾ ഇനി ബാക്കി നമ്മൾ നീണ്ടിക്കുന്ന പണിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അല്പസമയം കഴിഞ്ഞ് കാണാം ഗൈസ്. ചക്ക പൊടിച്ച് കഴിഞ്ഞ് ഇനി അടുത്തതായി ചക്ക ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കാം. നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചക്കയിൽ മഞ്ഞൾപ്പൊടി ഉപ്പിടും. ഉപ്പുപൊടി നമ്മൾ ആവശ്യത്തിനിട്ട് അടുത്ത് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കുന്നു. അടുത്തതാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നല്ലപോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും. എണ്ണ നല്ല തിളച്ച് വരുവാണ്. അതേസമയം തന്നെ നമ്മൾ ചീനിയൂറ്റിനോടെയുള്ള ചക്ക അവിടെ റെഡി ആയിരിക്കുക. നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ചക്ക എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം.
നമുക്ക് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വറ്റൽ ആവശ്യത്തിനുള്ള രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റാനായിട്ട് നമ്മൾ ചെറിയ പാത്രത്തിൽ ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. നമ്മളെ കല്ലമ്മ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. പാലും കൊണ്ട് ഇത് കളിയാണ് രണ്ടും കൂടെ. അപ്പോൾ നമ്മളെ ചക്ക വറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ ചീനി വറ്റലെല്ലാം റെഡി ആയിട്ടുണ്ട്.